പ്രിയമുള്ളവരെ, അപ്പം നമ്മൾ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് നമ്മുടെ ആർട്സ് കോളേജ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ രണ്ടാം പതിപ്പ് ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യാൻ പോകുന്ന വിഷയം ശാസ്ത്രവും സമൂഹവും എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലാണ് നമ്മളിന്ന് ഇവിടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം ചേരുന്നത് പാപ്പുട്ടി സാറാണ്. സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ജീവൻ ജോബ് തോമസ് സാറും ഉണ്ട്. സാറിനെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം നമ്മൾ ശാസ്ത്രവും സമൂഹവും എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അറിയാം, ബാക്കിയുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ തന്നെ വരുന്ന സമയത്ത് ശാസ്ത്രം എന്ന് പറയുന്നത് അതിന് ചില മെത്തഡോളജി കാര്യങ്ങളും എല്ലാം ഭൂമിക്ക് വെളിച്ചം കിട്ടാനാണെന്നാണ്. ഭൂമിക്ക് ആകെ കിട്ടുന്ന 250 കോടിയുടെ ഒരു അംശമാണെന്ന് ഓർക്കുമ്പം അതൊരു അർത്ഥഹീനമായ സ്റ്റേറ്റ്മെൻറ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ശരി, ഈ ശാസ്ത്ര അന്വേഷണത്തിലൂടെ നമ്മൾ ഇതൊക്കെ തന്നെ കണ്ടെത്തുകയാണ്. കാറ്റെങ്ങനെയാണ്, മഴ എങ്ങനെയാണെന്നൊക്കെ കണ്ടുപിടിക്കും. ഈ കണ്ടുപിടുത്തമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഈ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളെ എങ്ങനെ പ്രയോഗത്തിൽ വരുത്താം, അതാണ് നമ്മൾ ടെക്നോളജിയാക്കി മാറ്റുന്നത്. ഈ ടെക്നോളജിയും ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു ആ കാര്യങ്ങളൊക്കെ കൂടുതൽ ജീവിതത്തെ എങ്ങനെയാണ് ശാസ്ത്രം മുന്നോട്ട് നയിക്കുന്നുള്ള ജോബ് പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ശരി, ഈ വിധത്തിലുള്ള ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ ശാസ്ത്രം എന്ന് വിളിക്കുന്നത്. ശാസ്ത്രബോധം അതുകൂടി അതിൻ്റെ കൂടെ തന്നെ വരണം അല്ലേ. ശാസ്ത്രബോധം ശാസ്ത്രം പഠിച്ചാൽ കിട്ടുന്നതല്ല, ശാസ്ത്രം പഠിക്കാതെയും കിട്ടും. പ്രാചീന മനുഷ്യന് മുതലേ ഈ ശാസ്ത്രബോധമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കാര്യങ്ങളുടെ കാരണം തേടുക എന്ന് പറയുന്നത് തന്നെ, ചോദ്യങ്ങൾ ചോദിക്കുക, യുക്തിസഹമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക എന്ന് പറയുന്ന പ്രവർത്തനം തന്നെ ശാസ്ത്ര പ്രവർത്തനമാണ്. അതുകൊണ്ട് പ്രാചീന കാലം മുതലേ മനുഷ്യൻ ഈ ശാസ്ത്രത്തെ വളർത്തിയെടുത്തിട്ടുണ്ട്. ശാസ്ത്രബോധം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന ആളുകൾ വരെ ശാസ്ത്രബോധം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഉദാഹരണത്തിന് ഒരു എക്കണോമിസ്റ്റിന് ശാസ്ത്രബോധം ഉണ്ടെങ്കിൽ മാത്രമേ യുക്തിസഹമായ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുള്ളൂ. ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം കൃഷിക്കാരും ദരിദ്രരാണ്. ബഹുഭൂരിപക്ഷം കൃഷിക്കാരും പക്ഷെ അവരാണ് നമ്മളെയൊക്കെ തീറ്റിപ്പോറ്റുന്നത്. അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റ് ജീവിക്കുന്ന കച്ചവടക്കാർ അവരെക്കാളൊക്കെ വലിയ ധനികരാണ്. ഉൽപ്പാദകർ ദരിദ്രരായിരിക്കുകയും അത് കച്ചവടം ചെയ്യുന്നവർ ധനികരാകുകയും ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യം ചോദിക്കുന്നത് തീർച്ചയായിട്ടും ഒരു സയൻറ്റിഫിക് ക്വസ്റ്റ്യനാണ്. അല്ലെങ്കിൽ ബോംബെയിലൊക്കെ ധാരാവി പോലെയുള്ള വളരെ താഴ്ന്ന പ്രദേശങ്ങൾ, അവിടെ രാവിലെ 1 മണിക്കൂറൊക്കെ വെള്ളം കിട്ടുള്ളൂ. പക്ഷേ മലബാർ ഹില്ല് പോലെയുള്ള ഉയർന്ന സ്ഥലങ്ങളിലുള്ള വലിയ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർ 24 മണിക്കൂറും വെള്ളം കിട്ടും. വെള്ളമാണ് ഒഴുകുക, താഴോട്ടാണ് താനും. ധാരാവി ഉള്ളതുകൊണ്ട് താഴെയാണ്. പക്ഷെ ധാരാവിയിൽ വെള്ളം കിട്ടില്ല എന്നും കുന്നിൻ്റെ മുകളിൽ 24 മണിക്കൂറും വെള്ളം കിട്ടും എന്ന് പറയുന്നത് ശാസ്ത്രവിരുദ്ധമായ എന്തോ ഒരു സംഗതി നമ്മളതിന് മണക്കുന്നുണ്ട്. പക്ഷേ ആ ചോദ്യം ചോദിക്കാറില്ല പലരും. എന്തുകൊണ്ട് ധാരാവിയിൽ വെള്ളം കിട്ടുന്നില്ല, അവർ മറ്റേ ബോംബെ ഹില്ല മലബാർ ഹില്ലിൽ വെള്ളം കിട്ടുന്നു എന്ന ചോദ്യം ഒരു ശാസ്ത്രീയമായ ചോദ്യമാണ്. ശാസ്ത്രബോധമുള്ള ഒരാൾ ചോദിക്കേണ്ട ചോദ്യമാണ്. ഞാൻ പറയുന്നത് ശാസ്ത്രകാര്യങ്ങളിൽ മാത്രമല്ല ശാസ്ത്രബോധം പ്രവർത്തിക്കുന്നത്, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശാസ്ത്രബോധം പ്രവർത്തിക്കും. കാര്യങ്ങളുടെ കാരണം തേടുക എന്ന് പറയുന്ന സ്വഭാവം ആണ് ശാസ്ത്രത്തിൽ പ്രധാനമെങ്കിൽ അതിൽ തന്നെ തെറ്റായ പ്രയോഗങ്ങളെ ചോദ്യം ചെയ്യുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് വരും. ശാസ്ത്രബോധമുള്ള ആളുകളാണ് പലപ്പോഴും ശാസ്ത്രത്തിൻ്റെയും ശാസ്ത്രേതര മേഖല ഏതായാലും അതിൻ്റെയൊക്കെ തെറ്റായ പ്രയോഗങ്ങളെ ചോദ്യം ചെയ്യുക. അപ്പോൾ ആ ഒരു സ്വഭാവം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകണം, കാത്തു സൂക്ഷിക്കണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അന്ധവിശ്വാസങ്ങളെ നേരിടാൻ തീർച്ചയായിട്ടും അത് നമുക്ക് ആവശ്യമാണ്. ഒരു വീട്ടിൽ തുടർച്ചയായിട്ട് അസുഖങ്ങൾ വരുന്നെങ്കിൽ, പലർക്കും അസുഖം വരുന്നുണ്ടെങ്കിൽ, അത് ഏതെങ്കിലും ജനൽ പൊളിച്ചു മാറ്റിയത് കൊണ്ടോ കതകുകളുടെ സ്ഥാനം മാറ്റിയതുകൊണ്ടോ കിണർ മാറ്റി കുഴിച്ചത് കൊണ്ടോ ശരിയാകും എന്നൊരു വാസ്തുശാസ്ത്രജ്ഞൻ പറഞ്ഞാൽ അതെങ്ങനെ സാധിക്കുമെന്ന് ചോദിക്കാൻ കഴിയുമെങ്കിൽ അത് ശാസ്ത്രബോധത്തിൻ്റെ ഭാഗമാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ കിണറൊക്കെ മാറ്റി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കിണറുകളുടെ സ്ഥാനം തെറ്റിക്കഴിഞ്ഞാൽ വീട്ടിലാകെ ആപത്തുണ്ടാവും.
അല്ലെങ്കിൽ ജനലുകളുടെ സ്ഥാനം വളരെ പ്രധാനമാണ് എന്നൊക്കെ അത്തരം ജ്യോതിഷം പോലെ നമ്മുടെ ജീവിതത്തെ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ബാധിക്കുന്നു എന്ന് പറയുന്നതിന് യുക്തിസഹമാണെന്ന് നമുക്കറിയാം. കാരണം എത്രയോ പ്രകാശവർഷങ്ങൾ അകലെ കിടക്കുന്ന നക്ഷത്രങ്ങൾ, എത്രയോ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെ കിടക്കുന്ന ഗ്രഹങ്ങൾ, ഇവയെല്ലാം നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുക, അവയിൽ നമ്മുടെ ജീവിതമായിട്ട് എന്ത് ബന്ധമാണ് ഉണ്ടാകുക എന്നുള്ള ചോദ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അത് വരുന്നില്ലെങ്കിൽ നമുക്ക് ശാസ്ത്രബോധം ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ജ്യോതിഷത്തിൽ അതാണ് ചെയ്യുന്നത്. ഗ്രഹങ്ങളുടെ സ്ഥാനം വെച്ച് നിങ്ങൾ ജനിക്കുന്ന സമയത്ത് ഗ്രഹങ്ങളൊക്കെ എവിടെയാണ് തീർത്തത്, ഏത് രാശിയിൽ ഏതൊക്കെ ഗ്രഹം ഉണ്ടായിരുന്നു, അത് വെച്ച് നിങ്ങളുടെ ഭാവി പറയാൻ കഴിയും എന്ന് ജ്യോതിഷം പറയുന്നുണ്ടെങ്കിൽ അത് യുക്തിരഹിതമാണ്, അത് ശാസ്ത്രവിരുദ്ധമാണ്. അപ്പം അതിനെ ചോദ്യം ചെയ്യാനുള്ള നമ്മുടെ മനോഭാവം തീർച്ചയായിട്ടും ശാസ്ത്രബോധത്തിൻ്റെ ഭാഗമാണ്. അത് നമുക്കുണ്ടാകണം. ശാസ്ത്രം പഠിച്ചാൽ മാത്രം പോരാ, ശാസ്ത്രബോധം ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതാണ് നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ നേരായ വഴിക്ക് നയിക്കേണ്ടത്. ഇനി ബാക്കി ഞാൻ പിന്നെ പറയാം. ഓക്കെ. അപ്പം നമ്മുടെ ശാസ്ത്രത്തിൻ്റെ കോണ്ടസ്റ്റിൽ എന്താണ് ശാസ്ത്രബോധത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് സാറ് വിശദീകരിച്ചത്. അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ പുരോഗതി കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ ഒരു ആവശ്യകത എങ്ങനെയാണ് വന്നത് എന്നുള്ളത് എൻ്റെ ഒരു ആലോചനയിൽ തോന്നിയിട്ടുള്ളത്, നമുക്ക് സോഷ്യൽ നീഡ്സാണ് പലപ്പോഴും, അതായത് മുൻകാലവർഷം നമ്മുടെ ഒരു സമൂഹം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പരുവപ്പെട്ട് വരുന്ന സമയത്ത് അതിൻ്റെ തുടക്കത്തിൽ വന്നിട്ടുള്ള ചില സോഷ്യൽ നീഡ്സ്, നമ്മൾ ഹെൽത്ത് ആണെങ്കിലും അതുപോലെ വരുന്ന കാര്യങ്ങൾ, സോഷ്യൽ നീഡ്സിലൂടെയാണ് നമുക്ക് ശാസ്ത്രത്തിൻ്റെ ആദിമമായ കാര്യങ്ങൾ വന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു ആലോചന. അത് മാറി കുറച്ച് കഴിഞ്ഞിട്ട് ശാസ്ത്രം ഡെവലപ്പ് ചെയ്ത് വന്ന സമയത്ത് പിന്നെ ശാസ്ത്രത്തിലുണ്ടായ പുരോഗതി സാമൂഹ്യ മുന്നേറ്റത്തിലേക്ക് വഴിമാറുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ പലപ്പോഴും ശാസ്ത്രം മുന്നേ നടക്കുകയും അതിനോടൊപ്പം സമൂഹം പരുവപ്പെട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടസ്റ്റിൽ ഒരു കാര്യം ചോദിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ജീവൻ സാറിനോട്. സാമൂഹ്യ പുരോഗതിയിൽ ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു കാര്യത്തിൽ സാറിനെ കുറിച്ച് സംസാരിക്കാനാണ് വിളിക്കുന്നത്. ഞാൻ ഈ വിഷയത്തിൽ പാപ്പുട്ടി മാഷ് പറഞ്ഞതിൻ്റെ തീർത്തും വ്യത്യസ്തമായ മറ്റൊരു ആംഗിളാണ് സംസാരിക്കുന്നത്. ശാസ്ത്രവും സമൂഹവും തമ്മിലുള്ള ഇടപെടൽ, ശാസ്ത്രം എങ്ങനെയാണ് സമൂഹത്തെ മാറ്റിമറിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ സയൻറ്റിഫിക് മെത്തഡോളജി, ശാസ്ത്രത്തിൻ്റെ ഒരു രീതിശാസ്ത്രം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് 1600 ഫ്രാൻസിസ് ബേക്കൺ എന്ന പ്രമുഖ ഫിലോസഫറാണ് അത് ഡിഫൈൻ ചെയ്യുന്നത്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു, പൊളിറ്റീഷ്യനായിരുന്നു, ഫിലോസഫറായിരുന്നു. അദ്ദേഹമാണ് ഈ സയൻറ്റിഫിക് മെത്തേഡ്, എന്താണ് സയൻറ്റിഫിക് മെത്തേഡ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ പരീക്ഷണത്തിൻ്റെയും നിരീക്ഷണത്തിൻ്റെയും അതിൻ്റെ ആ പരീക്ഷണ നിരീക്ഷണങ്ങളെ ക്രോഡീകരിച്ച് തിയറൈസ് ചെയ്യുന്നതിൻ്റെയൊക്കെ മെത്തേഡ് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിലുള്ള ആ ഭാഗമൊക്കെ രൂപം കൊടുക്കുന്നത് അദ്ദേഹമാണ്. അതിനുശേഷം അദ്ദേഹം 1626 അദ്ദേഹം മരിച്ചതിന് ശേഷം പബ്ലിഷ് ചെയ്യുന്ന ദ ന്യൂ അറ്റ്ലാന്റിക് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു നോവലുണ്ട്. ആക്ച്വലി അതൊരു നോവലാണ്. അതൊരു ടെക്നോക്രാറ്റിക് ഉട്ടോപ്പിയ എന്ന് പറയുന്ന ഒരു ആശയത്തെ പറ്റിയിട്ടുള്ളൊരു നോവലാണ്. ആ നോവലിലാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിലാക്കില്ല, നോളജ് ഈസ് പവർ എന്ന് പറയുന്ന ഒരു ടേം തന്നെ കോയിൻ ചെയ്യുന്നത്. അറിവാണ് അധികാരം എന്നുള്ള ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഫ്രാൻസിസ് ബേക്കൻ്റെ ആശയം വളരെ പ്രധാനപ്പെട്ടതാണ് സയൻസിൻ്റെ ചരിത്രത്തിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു മുമ്പ് സയൻസിനെ കണ്ടിരുന്നത് സയൻസ് ഒരു ഫിലോസഫിയുടെ പാർട്ടായിട്ടാണ്. അതായത് നമ്മുടെ പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഇപ്പോൾ സൗരയൂഥം എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, നക്ഷത്രങ്ങൾ എങ്ങനെയാണ്, പ്രകൃതി എങ്ങനെയാണ് രൂപം കൊണ്ടിരിക്കുന്നത്, ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പഠിക്കാനുള്ള സാധനമായിട്ടാണ് സയൻസിനെ കാണുന്നത്. പക്ഷെ അതിനപ്പുറം സയൻസിന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന്
ലോകത്തോട് പറയുന്നത് ഫ്രാൻസിസ് ബേക്കണാണ്. ഫ്രാൻസിസ് ബേക്കൺ പറയുന്നത് സയൻസിൻ്റെ ഭാവിയാണ് ഇനി വരാൻ പോകുന്നത്. ഭാവിയിൽ ഈ സാധാരണ മതപുരോഹിതന്മാരുടെ കാലം തീരാൻ പോവുകയാണ്. ഇനി വരുന്നത് സയൻറ്റിഫിക് പ്രീസ്റ്റ്ഹുഡാണെന്ന് അദ്ദേഹം ന്യൂ അറ്റ്ലാന്റിക്കിൽ പറയുന്നുണ്ട്. സയൻറ്റിഫിക് പ്രീസ്റ്റ്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻറ്റിസ്റ്റുകളാണ് ഇനി മുതൽ കാര്യങ്ങൾ പറയാൻ പോകുന്നത്, ഇപ്പോഴല്ല വരും കാലം എന്നാണ് 1626 അദ്ദേഹം എഴുതുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം ഭയങ്കര ശക്തമായി ആർഗ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ്റൽ ഫണ്ടിങ് സയൻസിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് പറയുകയാണ്. സ്റ്റേറ്റുകൾ നേരിട്ട് സയൻസിൽ ഫണ്ട് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയ്ക്ക് ശേഷം പതിയെ ഫ്രാൻസ്, ജർമ്മനി, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളുടെ ഗവൺമെൻറ്റൽ ഫണ്ടിങ് സയൻസിൻ്റെ അകത്ത് കൂടുകയും അതിനുശേഷം അതിങ്ങനെ പടിപടിയായിട്ട് മാറുകയും, ഇതിൻ്റെ ഒരു ചരിത്രം ഞാനൊരു വ്യത്യസ്തമായ ചരിത്രമാണ് പറയുന്നത്. 1670 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1670 ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ബാങ്ക് സ്ഥാപിക്കപ്പെടുന്നത്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ സ്ഥാപനത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട് ചരിത്രത്തിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ബാങ്കിങ് സമ്പ്രദായം രൂപമാണ്. അതായത് കടം മേടിക്കാനുള്ള അവസ്ഥ, കടം മേടിച്ച് നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള പരിപാടി തുടങ്ങുന്നത് അപ്പോഴാണ്. അതായത് ഇംഗ്ലണ്ടിലെ ബാങ്കിങ് സമ്പ്രദായമാണ് ഇതൊക്കെ തുടങ്ങുന്നത്. അതിനു മുമ്പുണ്ടായിരുന്ന ബാങ്കിങ് സമ്പ്രദായത്തിൽ നമ്മൾ കോയിൻസ് ഉപയോഗിച്ചിട്ടുള്ള സമ്പ്രദായമാണെങ്കിൽ പ്രോമിസറി നോട്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സമ്പ്രദായത്തിലേക്ക് മാറുകയും ക്രെഡിറ്റ് എന്ന് പറയുന്ന സംവിധാനം രൂപം കൊള്ളുകയും ഒക്കെ ചെയ്തതോടുകൂടി നിങ്ങൾ ഒരാൾക്ക് പണം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പണം എങ്ങനെ വിനിയോഗിക്കുന്നു, ആ പണം വിനിയോഗിച്ചിട്ട് കടം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പലിശ സഹിതം നമുക്ക് തിരിച്ചിടണം. പലിശയാണ് നമ്മുടെ ലാഭം. അപ്പോൾ നിങ്ങൾ എന്ത് പണി ചെയ്യണം? നിങ്ങൾക്ക് വെറുതെ വീടുണ്ടാക്കാനോ അല്ലെങ്കിൽ കാറ് മേടിക്കാനോ അല്ലെങ്കിൽ വേറെ മക്കളുടെ കല്യാണം നടത്താനോ ലോൺ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അന്ന് ലാഭമൊന്നും കിട്ടില്ല. ലാഭം കിട്ടണമെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യണം. ബിസിനസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് റിട്ടേൺസ് ഉണ്ടാവണം, തിരിച്ച് നമുക്ക് വരുമാനം കിട്ടണം, പലിശ. അങ്ങനെയാണെങ്കിൽ ബാങ്ക്. അപ്പോൾ നിങ്ങൾ എന്താണ് അക്കാലത്ത് 1600-കളിൽ 17-ാം നൂറ്റാണ്ടിൽ എന്താണ് ഇത് ചെയ്യുന്നത് പ്രോസസ്സ്? അങ്ങനെ വലിയ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ആ പരിപാടിക്ക് വേണ്ടിയിട്ട് ഈ ഫ്രാൻസിസ് ബേക്കൻ്റെ ഐഡിയോളജി, അതായത് നമ്മൾ സയൻസ് എന്ന് പറയുന്ന ഒരു ആശയത്തെ നമുക്ക് മെറ്റീരിയലൈസ് ചെയ്ത് ഉപയോഗിക്കുക എന്ന് പറയുന്ന ആശയത്തിലേക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് വരുന്നു. 1790 1760 ഇതിൻ്റെ ഭാഗമായിട്ട് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടക്കുന്നു. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റീം, ഇലക്ട്രിസിറ്റി, കെമിസ്ട്രി, ഈ 3 സാധനങ്ങൾ ഈ കാലഘട്ടത്തിലാണ് രൂപം കൊള്ളുന്നത്. സ്റ്റീം എൻജിൻ വെറുതെ സ്റ്റീം എൻജിൻ എന്ന് പറഞ്ഞാൽ ഐഡിയ ഉണ്ടായിട്ട് കാര്യമില്ല. സ്റ്റീം എൻജിനെ നമുക്ക് പ്രായോഗികമാക്കണം. കെമിസ്ട്രി, വ്യത്യസ്ത തരം കെമിക്കൽ കൊണ്ട് ലോകത്തെ മുഴുവൻ സാമ്പത്തിക അവസ്ഥയെ മാറ്റിമറിക്കുന്ന തരത്തിൽ കെമിക്കലിൻ്റെ പ്രോസസ്സിങ്ങുകൾ നടത്തേണ്ടതുണ്ട്. ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ പണം വേണം. അപ്പോൾ ആ അതായത് ഈ സയൻസിൻ്റെ ഡെവലപ്മെൻറ്റിൽ 2 ഭാഗമുണ്ട്. ഒന്ന് ഫ്രാൻസിസ് ബേക്കൺ എന്ന് പറയുന്ന ആൾ ഫിലോസഫിക്കലി ഇൻ്റലക്ച്വൽ സോഫ്റ്റ്വെയർ ഓഫ് സയൻസ് ഈസ്, നമ്മൾ ഇന്ന് കാണുന്ന സയൻസിൻ്റെ ഇൻ്റലക്ച്വൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് വയ്ക്കുന്നത് ഫ്രാൻസിസ് ബേക്കൺ ആണെങ്കിൽ അതിൻ്റെ ഹാർഡ്വെയർ പണം കൊണ്ട് നൽകുന്നത് ബാങ്കിങ് സിസ്റ്റമാണ്. നീൽ ഫർഗൂസൺ എന്ന് പറഞ്ഞാൽ വലിയ ചരിത്രകാരൻ്റെ അസെൻറ്റ് ഓഫ് മണി എന്ന് പറയുന്ന ബുക്ക് നിങ്ങൾ വായിച്ചു നോക്കുക. അദ്ദേഹം പറയും സയൻറ്റിഫിക് റെവല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ വിചാരിക്കുന്നത് റിനൈസൻസിൻ്റെ ചിന്താധാരയുടെ വളർച്ച കൊണ്ടുണ്ടാകുന്നതാണെന്നാണ്. എന്നാൽ ബാങ്കിങ് റെവല്യൂഷൻ കൊണ്ടാണ് സയൻറ്റിഫിക് റെവല്യൂഷൻ ഉണ്ടാകുന്നതെന്ന് കാര്യകാരണ സഹിതം പ്രസ്താവിക്കുന്ന ഒരു സാധനം നമുക്ക് അതിൽ കാണാൻ കഴിയും. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് സയൻസ് എന്ന് പറയുന്നത് ഒരു നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന തരത്തിൽ നമുക്ക് എമാൻസിപ്പേഷന് വേണ്ടി, എൻലൈറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി, നമ്മൾ സയൻസ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ വ്യക്തിപരമായ ഗുണങ്ങളുണ്ടാകും എന്നതിനൊക്കെ അപ്പുറം ആത്യന്തികമായി സയൻസ് എന്ന് പറയുന്നത് വെൽത്ത് ജനറേഷന് വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ്. അത് സത്യസന്ധമായി ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറയുന്ന പ്രോജക്റ്റ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? മനുഷ്യനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യജീവൻ എങ്ങനെയാണ് നിലനിൽക്കുന്നത്, അതെങ്ങനെയാണ് ജനറേഷൻ ബൈ ജനറേഷൻ പകരുന്നത് എന്ന് വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ $1 ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ
ചെലവഴിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റിട്ടേൺസ് ആയിട്ട് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന $141 ചാക്രികമായി പണം സമൂഹത്തിൽ തിരിഞ്ഞു മറയുന്ന സാമ്പത്തിക ക്രമം ഉണ്ട്. മണൽ എന്ന് പറഞ്ഞാൽ ഒരു വിലയില്ലാതെ മരുഭൂമി കിടക്കാൻ മണലിനെ സിലിക്കണായിട്ട് മാറ്റിയിട്ട് ഈ സിലിക്കണെ ഒരു വിലയില്ലാത്ത മണലിനെ അത് മീൻസ് മരുഭൂമിയിലെ മണലിനെ സിലിക്കണായിട്ട് മാറ്റിയിട്ട് ആ സിലിക്കൺ ഉപയോഗിച്ച് ഇൻ്റലക്ച്വാലിറ്റിയെ സിലിക്കണായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ $600 ബില്യൺ ഉള്ള സിലിക്കൺ ഇൻഡസ്ട്രി ആയിട്ട് മാറും. അതിൽ കൂടെ തൊഴിലുണ്ടാകും. ഈ അമേരിക്കയിൽ അതുണ്ടായാൽ പോലും ഇവിടെ ആർട്സ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥിക്കും ജോലി കിട്ടും, പൈസ കിട്ടും. ആ പണത്തിൻ്റെ ചാക്രികമായ വരുമാനം ഇങ്ങനെ കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരിക്കും. നമുക്കൊക്കെ ഈ ഇവിടെ ഇതിലെ കാർ ഓടിക്കാൻ പറ്റും, ഓരോ തവണയും നമുക്ക് മൊബൈൽ മാറ്റി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ സയൻസിനെ കാണുന്നത്, സയൻസിൻ്റെ ഇതൊരു പ്രോമിനൻ്റ് വശമാണ്. ഈ പ്രോമിനൻ്റ് വശമാണ് സയൻസിനെ സാമൂഹികമായിട്ട് ഇടപെടുന്നത്. നമ്മളിന്ന് കാണുന്ന സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾക്കെല്ലാം കാരണം വെൽത്ത് ഉണ്ടാക്കാനായിട്ടുള്ള സയൻസിൻ്റെ ഒരു പദ്ധതി കൂടിയാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ സയൻസിൻ്റെ റിയൽ പ്രോജക്റ്റ്. മറ്റേതൊരു ബൈ പ്രോഡക്റ്റാണ്. ഇത് തീർത്തും വ്യത്യസ്തമായ ഒരു ആംഗിളാണ്. അതാണ് പ്രോമിനൻ്റ് ആയിട്ടുള്ള ആംഗിൾ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതാണ് സമൂഹവും ശാസ്ത്രവും തമ്മിലുള്ള ഇടപെടൽ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന ചാലകശക്തിയായിട്ട് സയൻസ് ഈസ് ദ ഒൺലി തിങ് എന്നുള്ള മാർഗത്തിൽ മാറും. അങ്ങനെയാണ് ഫ്രാൻസിസ് ബേക്കൺ പറയുന്നത്, ഈ പറയുന്ന സയൻറ്റിഫിക് പ്രീസ്റ്റ്ഹുഡ് ഉണ്ടാകുന്നത്. ഫ്രാൻസിസ് ബേക്കൻ്റെ നോവലിൽ അദ്ദേഹം സോളമൻസ് ഹൗസ് എന്ന് പറയുന്ന ഒരു ലാബിൻ്റെ കൺസെപ്റ്റ് വയ്ക്കുന്നത് ആദ്യമായിട്ടാണ്. യൂണിവേഴ്സിറ്റി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ലാബ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് 1626 ലോകത്തിന് മുന്നിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. സോളമൻസ് ഹൗസ്, സോളമൻ്റെ വീട് എന്നുള്ള പേരിൽ വയ്ക്കുന്നത്. ഈ സോളമൻസ് ഹൗസ് ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള ബെൽ ലാബ്സോ ഗൂഗിൾ എക്സ് ലാബോ അങ്ങനെ തന്നെയാണെന്ന് പറയാൻ പറ്റും. ഗൂഗിൾ എക്സ് ലാബോ ബെൽ ലാബോ ഉണ്ടാക്കുന്ന ടേൺ ഓവറുകൾ നോക്കുക. അതിന്ന് ലോകത്തെ ഏറ്റവും വലിയ ടേൺ ഓവറുകളാണ്. കോടാനുകോടി രൂപയുടെ ടേൺ ഓവറുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സംരംഭമാണ്. ആ സംരംഭത്തിൻ്റെ അനുരണനങ്ങൾ തന്നെയാണ് നമ്മുടെ ഇവിടെയും നമ്മൾ ഈ KLF ഈ ACLF നടത്താൻ വേണ്ടിയിട്ടുള്ള പണമായിട്ട് പോലും വരുന്നതിൻ്റെ സാമ്പത്തിക ശേഷിയുടെ പല അടരുകൾ അതിലും കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സയൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതെന്ന് പറയുന്നത് അതിൻ്റെ വെൽത്ത് ഓറിയൻറ്റഡ് സ്ട്രക്ചറാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ജീവൻ സാറ് പറഞ്ഞു വെച്ചത് സയൻസ് ഇസ് എ മെത്തേഡ് ഫോർ വെൽത്ത് ജനറേഷൻ എന്നുള്ള ആ ഒരു ഐഡിയ ആണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ തന്നെയാണ് എനിക്ക് പപ്പുട്ടി സാറിനോട് ചോദിക്കാനുള്ളത്. അതായത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് സയൻസിൻ്റെ പുരോഗതി ശരിക്കും നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മളൊരു എന്ത് കാര്യം നമ്മളെ ചുറ്റുപാടുള്ള എന്ത് കാര്യത്തിൻ്റെയും ഒരു ഡെവലപ്മെൻറ്റ് നോക്കിയാൽ കാണാൻ പറ്റും. നമുക്ക് ഉദാഹരണമായിട്ട് നമ്മളൊരു മൊബൈൽ ഫോൺ, നമ്മളൊരു 10 വർഷത്തിന് ഉള്ളിലുണ്ടായ ആ മൊബൈൽ ഫോണിൻ്റെ ഒരു മാറ്റം കണ്ടാൽ തന്നെ സയൻസിൻ്റെ ഒരു നേട്ടം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സോഷ്യലാണെങ്കിൽ സൊസൈറ്റിയുടെ ഒരു മാറ്റവും നമുക്ക് പ്രകടമാണ്. കാരണം നമുക്കൊരു 50 ഇയേഴ്സ് മുമ്പേ ഒക്കെ നമ്മുടെ ഇവിടെയുള്ള ആയുർദൈർഘ്യം എന്നൊക്കെ പറയുന്നത് 50-ൽ താഴെയൊക്കെ ആയിരുന്നു. അതിപ്പോൾ കേരളത്തിലൊക്കെ 75 ഒക്കെ ക്രോസ് ചെയ്ത് നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. പിന്നെ നമ്മുടെ എല്ലാവർക്കും പാർപ്പിടം, എല്ലാവർക്കും ഭക്ഷണം, ആ രീതിയിലൊരു സാമൂഹ്യ പുരോഗതി എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് പ്രകടമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമാണ്, നമുക്ക് സയൻസും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം സൊസൈറ്റിക്ക് മാറ്റത്തിന് വിധേയമാകുന്നുണ്ട്. പക്ഷേ നമുക്ക് ശാസ്ത്രബോധം ശരിക്ക് ആ ഇവോൾവ് ചെയ്ത് മുന്നോട്ട് പോവുകയാണോ പിന്നോട്ട് പോവുകയാണോ ആ ഒരു കാര്യം ഇപ്പോഴും കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്നുള്ളത് സാറിൻ്റെ അടുത്ത് നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ശാസ്ത്രബോധത്തിൽ നമ്മൾ കേരളത്തിൻ്റെ കാര്യം എടുത്താൽ പ്രത്യേകിച്ചും ഇപ്പം പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ കേരളത്തിൽ നമ്മൾ കണ്ടിരുന്ന ഒരു ശാസ്ത്രബോധം എന്ന് പറയുമ്പം ശാസ്ത്രത്തെക്കുറിച്ച് മാത്രമുള്ള ധാരണയല്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. മൊത്തത്തിൽ നമുക്ക് ഉണ്ടാകേണ്ട കാര്യകാരണ ബോധമാണ്. അക്കാര്യത്തിൽ നമ്മൾ കേരളം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളിലും.
അത് വളരെ വ്യക്തമായി. ഇന്ത്യയുടെ കാര്യത്തിൽ അത് ഭീകരമായ രീതിയിൽ പിന്നാക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഭരിക്കുന്ന സർക്കാർ തന്നെ ശാസ്ത്രബോധം അന്യമാക്കി തീർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പശുവിൻ്റെ പാലിൽ സ്വർണ്ണമുണ്ടെന്നും അല്ലേ, പശുവിൻ്റെ മൂത്രത്തിൽ സ്വർണ്ണമുണ്ടെന്നും ചാണകത്തിൽ പ്ലൂട്ടോണിയം ഉണ്ടെന്നും ഒക്കെ പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെ അത് പറഞ്ഞങ്ങ് വിശ്വസിപ്പിക്കുകയാണ്. എന്താ 1000 ആണ്ടുകൾക്ക് മുമ്പ് ഇവിടെ വിമാനം നിർമ്മിച്ചത് മഹർഷിമാർ വിമാനം നിർമ്മിച്ചിരുന്നു, രാവണന് 10 വിമാനത്താവളം ഉണ്ടായിരുന്നു എന്നൊക്കെ ശാസ്ത്ര കോൺഗ്രസ്സിൽ വെച്ച് തന്നെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന ആളാണ് അത് പറയുന്നത്. രാവണന് 2 വിമാനത്താവളം ഉണ്ടായിരുന്നു. അത് കേട്ട് കൈയടിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഉള്ള അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. അത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്തിൽ നമ്മൾ എന്തിനു വേണ്ടിയാണോ ശ്രമിച്ചത്, നെഹ്റു ഒക്കെ ശ്രമിച്ചത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ ജനങ്ങളിൽ ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാക്കാനും ശാസ്ത്രബോധം സൃഷ്ടിച്ചെടുക്കാനുമാണ്. ഇപ്പം നേരെ തിരിച്ച് അത്തരം ധാരണകളെല്ലാം എങ്ങനെ ഇല്ലാതാക്കാം, ഇത്തരം പ്രാകൃതമായ വിശ്വാസങ്ങളെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാമെന്ന രീതിയിലാണ് സർക്കാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവൻ ജോബ് നേരത്തെ പറയുകയുണ്ടായി, സർക്കാർ ശാസ്ത്രം വളരണമെങ്കിൽ സർക്കാർ ഇടപെടണം, സർക്കാരിൻ്റെ സഹായം വേണം, ഇല്ലെങ്കിൽ ശാസ്ത്രം മുന്നോട്ട് പോയെന്ന് വരില്ല. സർക്കാർ നേരെ തിരിച്ച് ശാസ്ത്രം ഇല്ലാതാക്കാനും വെറും ടെക്നോളജിയെ മാത്രം പ്രോത്സാഹിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യയിൽ ടെക്നോളജി വളരുന്നുണ്ട്, നമുക്കൊക്കെ അറിയാം. ഇലക്ട്രോണിക്സും മറ്റേ കമ്പ്യൂട്ടർ സയൻസും AI ഒക്കെ തന്നെ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ കടം കൊണ്ട ശാസ്ത്രം ഉപയോഗിച്ചാണ്. ഇന്ത്യ ശാസ്ത്രം സൃഷ്ടിക്കുന്നുണ്ടോ, സ്വന്തമായ ആശയങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ അതിന് കാര്യമായ ശ്രമങ്ങളൊന്നും തന്നെ നടത്തുന്നില്ല. നമ്മുടെ യൂണിവേഴ്സിറ്റികളിലും ഒക്കെ തന്നെ ശാസ്ത്ര പഠനം വളരെ പിന്നാക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. നമ്മൾ ചൈനയൊക്കെ ഇപ്പം മറികടക്കും, വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ ക്ലെയിം ചെയ്യുമ്പോഴും നമുക്കറിയാം ചൈനയുടെ ഒപ്പം നമുക്ക് എത്താനേ ആവില്ല ഇപ്പോഴത്തെ പോക്കാണ് പോകുന്നതെങ്കിൽ. കാരണം അവിടെ ഒരേ സമയത്ത് ടെക്നോളജിയിൽ ഗവേഷണം നടക്കുന്നത് പോലെ തന്നെ ശാസ്ത്ര രംഗത്ത് ഗവേഷണം നടക്കുന്നു. ബേസിക് സയൻസിൽ വലിയ ഗവേഷണം നടക്കുന്നുണ്ട്. നമ്മൾ ബേസിക് സയൻസിൻ്റെ കാര്യത്തിൽ പിന്നാക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത്തരം ഒരു അവസ്ഥയെ നമ്മൾ തിരിച്ചറിയണം. ശാസ്ത്രബോധം വളർന്നു വരണമെങ്കിൽ ഇത് നമുക്ക് ഈ ഒരു ധാരണ നമുക്കുണ്ടാകണം. ശാസ്ത്രം മാത്രമായിട്ടുള്ളൊരു സമൂഹത്തിൽ വളരുക. നമ്മളാരും തന്നെ ശാസ്ത്ര ഭക്തരൊന്നുമല്ല. ശാസ്ത്രത്തോട് അപാരമായൊരു ഭക്തിയൊന്നും നമുക്ക് ആവശ്യമില്ല. യഥാർത്ഥത്തിൽ നമുക്കൊരു മനുഷ്യ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും സന്തോഷം നൽകുന്നത് ശാസ്ത്രം മാത്രമാണെന്ന് നമുക്ക് തോന്നുന്നില്ല. ഒരു നല്ല പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം തീർച്ചയായിട്ടും ഒരു ശാസ്ത്ര പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും ഒരു കുട്ടി പഠിച്ച് മടുക്കുമ്പം, പരീക്ഷയ്ക്ക് പഠിച്ച് മടുക്കുമ്പം എന്നാൽ പോയി ഒരു സിനിമ കാണട്ടെ അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കട്ടെ എന്ന് വിചാരിക്കാം. പോയി ഒരു ശാസ്ത്ര പരീക്ഷണം ചെയ്യട്ടെ എന്ന് ഒരു കുട്ടിയും വിചാരിക്കില്ല. കാരണം ശാസ്ത്രം അങ്ങനെ മനസ്സിന് നേരിട്ട് സന്തോഷം നൽകുന്ന ഒരു സംഗതിയല്ല. ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം വരുന്നത് മറ്റ് മേഖലകളിൽ, ശാസ്ത്രേതര മേഖലകളിൽ നമ്മളിൽ സന്തോഷം എത്തിക്കാനത് സഹായിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഒരു പുസ്തകം നമുക്ക് ഇപ്പം കാളിദാസൻ്റെ കൃതികൾ പോലും നമുക്ക് അന്നുള്ളവർക്ക് വായിക്കാൻ പറ്റുമായിരുന്നില്ല. കാരണം കൈ കൊണ്ട് എഴുതി വേണമായിരുന്നു കിട്ടാൻ. അല്ലേ, എത്ര കോപ്പി ഉണ്ടാകാൻ പറ്റും? ഇപ്പോഴാണ് അച്ചടിച്ച് ഈസിയായിട്ട് കിട്ടും. അച്ചടി കണ്ടുപിടിച്ചതോടുകൂടിയാണ് ആ സാഹിത്യം പോലും നമ്മുടെ അടുത്തെത്തുന്നത്. ഒരു പാട്ടാണെങ്കിൽ റെക്കോർഡ് ചെയ്ത് യേശുദാസിൻ്റെ പാട്ട് നമുക്ക് നേരിട്ട് കേൾക്കാൻ സാഹചര്യം കിട്ടിയെന്ന് വരില്ല. നമുക്ക് കിട്ടുന്നത് റെക്കോർഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഏത് രംഗം എടുത്താലും നമുക്ക് ആനന്ദം നൽകുന്ന കാര്യങ്ങൾ ഒന്ന് വേറെയാണ്. പക്ഷേ അതിനെ സഹായിക്കാൻ എപ്പോഴും ശാസ്ത്രം അതിൻ്റെ പിന്നിലുണ്ടാവും. ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം അതാണ് എന്നുള്ള. അപ്പോൾ ശാസ്ത്രബോധത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴും നമ്മൾ പ്രധാനമായിട്ടും ഊന്നേണ്ടത് ഒരു നല്ല സാമൂഹ്യ ബോധത്തോടു കൂടിയ ശാസ്ത്രധാരണകളാണ്. അതുമാത്രമേ ശാസ്ത്രബോധം എന്ന് പറയാം. സാമൂഹ്യ ബോധം ഇല്ലാത്ത ഒരാൾക്ക് ശാസ്ത്രബോധം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് 2ാം ലോകമഹായുദ്ധത്തിൽ ആറ്റം ബോംബ് ഉണ്ടാക്കി ഹിരോഷിമയിൽ 1.5 ലക്ഷം ആളുകളെ ചുട്ടുകരിച്ചത് നമുക്കറിയാം. അതിനുവേണ്ടി മുഖ്യമായിട്ട് പ്രവർത്തിച്ച 2 ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓപ്പൺഹൈമറും എഡ്വേർഡ് ടെല്ലറും. 2 പേരും
ആ ബോംബിങ്ങൊക്കെ കഴിഞ്ഞ് ഇത്രയും മനുഷ്യർ മരിച്ചു കഴിഞ്ഞപ്പം ഓപ്പൺഹൈമർ പറഞ്ഞു ഇതായിരുന്നെങ്കിൽ ഞാൻ നിൽക്കില്ല, ഇനി ഞാൻ ശാസ്ത്ര ഗവേഷണത്തിനേ ഇല്ല എന്നും പറഞ്ഞ് അദ്ദേഹം മാറി നിൽക്കുക ചെയ്തത്. അദ്ദേഹം വളരെ ദുഃഖിതനായിരുന്നു. ടെല്ലർ പറഞ്ഞത് എന്താ? ടെല്ലർ പറഞ്ഞത് നമുക്ക് ഇപ്പോൾ ആറ്റം ബോംബേ ആയിട്ടുള്ളൂ, നമുക്ക് ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കണം, എന്നിട്ട് ലോകത്തിലെ 1ാം സ്ഥാനം നേടണം, ലോകത്തിലെ ശക്തിയുള്ള രാജ്യമായി അമേരിക്ക മാറണം എന്നാണ് എഡ്വേർഡ് ടെല്ലർ പറഞ്ഞത്. രണ്ടുപേരിൽ ആർക്കാണ് ശാസ്ത്രബോധമുള്ളത്? ശാസ്ത്രത്തിൻ്റെ അറിവിനെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേർക്കും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ശാസ്ത്രബോധം എന്നുള്ളത് സാമൂഹ്യ ബോധവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് എന്ന ധാരണ നമുക്കുണ്ടാകണം. ഇപ്പോഴത്തെ എന്തായാലും അമേരിക്കൻ പ്രസിഡന്റിന് ശാസ്ത്രബോധം ഉണ്ടെന്ന് തോന്നുന്നില്ല, ശരിയല്ലേ? ശാസ്ത്രത്തെ എങ്ങനെ മറ്റു രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരെ തട്ടിക്കൊണ്ടു പോകാനൊക്കെ ഉപയോഗിക്കാമെന്ന് അദ്ദേഹത്തിന് അറിയാം. ശാസ്ത്രത്തിന് അങ്ങനത്തെ കഴിവുകളൊക്കെ ഉണ്ട്. മറ്റൊരു പ്രസിഡന്റിനെ വേണേൽ മറ്റൊരു രാജ്യത്തെ വേണേൽ ചുട്ട് നശിപ്പിക്കാം, ആരെ ഏറ്റവും ഭംഗിയായിട്ട് കൊല്ലാമെന്ന് തീരുമാനിക്കാനും ശാസ്ത്രത്തിന് കഴിയും, എങ്ങനെ മനുഷ്യൻ്റെ പട്ടിണിയൊക്കെ മാറ്റി നല്ല ജീവിതം കൊടുക്കാമെന്ന് തീരുമാനിക്കാനും ശാസ്ത്രത്തിന് കഴിയും. ശാസ്ത്രം ഇതിൽ ഏത് വേണം എന്ന് തീരുമാനിക്കുന്നിടത്ത് അവിടെയാണ് നമ്മുടെ ശാസ്ത്രബോധവും സാമൂഹ്യബോധവും ഒക്കെ വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് നോക്കാമെന്ന് തോന്നുന്നു. അതായത് ജീവൻ സാർ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു വെളിച്ചത്തിൽ തന്നെയാണ്. അതായത് നമ്മുടെ ശാസ്ത്രം എന്താണ് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സമൂഹവും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാറി മാറി ഇപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടം എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്ക് കുറച്ചുകൂടി ഇതുവരെ ഫേസ് ചെയ്തതിൽ നിന്ന് ഡിഫറൻ്റ് ആയൊരു സമൂഹത്തിൻ്റെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് AI-യും പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് മൊബൈൽ ഫോൺ അതുപോലത്തെ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം സാമൂഹ്യ ബന്ധങ്ങളിൽ ഇപ്പം നമ്മൾ ഒരു കുട്ടിയാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകളോട് കണക്റ്റ് ആവുന്നതിനേക്കാളും വളരെ അകലെയില്ല വിവിധ രാജ്യങ്ങൾ അപ്പുറത്തുള്ള ആളുകളോടൊരു കണക്റ്റ് ആയിട്ട് ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ആ സൊസൈറ്റി എന്ന് പറയുന്ന ആ ഐഡിയ തന്നെ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതൊന്ന് ബൗണ്ടറി തന്നെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒരു റീഡിഫൈൻ ചെയ്ത് ആ രീതിയിലേക്ക് മാറുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്, നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ ശാസ്ത്രം എങ്ങനെയാണ്, ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അത് ശാസ്ത്രവും സാമൂഹ്യ ബന്ധവും ഏത് രീതിയിലേക്കാണ് ഇനി ഇവോൾവ് ചെയ്ത് വരുന്നുണ്ടാവുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് സാറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഈ AI-യുമായി റിലേറ്റ് ചെയ്ത് നമ്മുടെ സമൂഹം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് AI-യുമായിട്ട് റിലേറ്റ് ചെയ്ത് സമൂഹത്തിൽ അതെങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റി. അതിൻ്റെ ഒരു ചെറിയൊരു എൻ്റെ പേഴ്സണൽ കാഴ്ചപ്പാട് മാത്രം ഞാൻ അതിൽ ഷെയർ ചെയ്യാം. കുറച്ച് കാലം മുമ്പ് 2009 വന്നിട്ടുള്ളൊരു ഇംഗ്ലീഷ് സിനിമയുണ്ട്, എൻ്റെ പേര് ദ ഡ്രാഗ് മീ ടു ഹെൽ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. സാം റാമി എന്ന് പറഞ്ഞൊരു സംവിധായകൻ്റെ സിനിമയാണ്, ഒരു പ്രേതപ്പടാണ്. അതിൽ ഒരു അതിൽ നായിക ഒരു ബാങ്കിൽ ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ അവർ ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് അവരെ കാണാനായിട്ട് ഒരു വയസ്സായ സ്ത്രീ, ഒരു റൊമാനിയൻ ഈ ജിപ്സി ആയിട്ട് അമേരിക്കയിൽ വന്ന് താമസിച്ച ഒരു വയസ്സായ സ്ത്രീ വന്നിട്ട് പറയുവാണ്, മോളെ എൻ്റെ ബാങ്കിൽ അടവ് തെറ്റിയിരിക്കുവാണ് കുറേ നാളായിട്ട്, അപ്പോൾ അതൊന്ന് നീട്ടിത്തരണം, ഒരു 2 ആഴ്ച നീട്ടി തന്നു കഴിഞ്ഞാൽ ഈ പൈസ അടയ്ക്കാം, അല്ലെങ്കിൽ എൻ്റെ വീട് ജപ്തി ചെയ്തു പോകും എന്ന് പറയുവാണ്. ബാങ്ക് നോട്ടീസ് തന്നേക്കുവാണ്, എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തു തരണമെന്ന് പറയണം. അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം. ഈ സ്ത്രീ ബാങ്ക് മാനേജറായിട്ട് ഇരിക്കുവാണ്, അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം. അപ്പോൾ ഇവരാലോചിക്കുമ്പോൾ, പക്ഷേ ഇവരുടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരുടെ ബോസ് ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല, നിങ്ങളുടെ ലോൺ പല ആൾക്കാരുടെ അടുത്ത് തിരിച്ചടവൊന്നും ശരിയാവുന്നില്ല, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്ട്രിക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഉടനെ തന്നെ പ്രമോഷൻ കിട്ടും എന്ന് പറയാണ്ട്. അപ്പോൾ ഇവർക്ക് പ്രമോഷൻ ചിലപ്പോൾ ബാധിച്ചേക്കാം ഈ സ്ത്രീക്ക് ഇത് ലോൺ തടഞ്ഞു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് നീട്ടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇവർ നിർബന്ധപൂർവ്വം ഇല്ല, അത് അടയ്ക്കാൻ പറ്റില്ല ചേച്ചി, ഇത് അടയ്ക്കണം എന്ന് പറഞ്ഞ് അവർ നിർബന്ധിക്കുന്നു. അപ്പോൾ ഈ സ്ത്രീ ഒരു ശാപവാചകം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവും. അതിനുശേഷം ഇവരെ ഒരു പ്രേതം പിടിക്കാൻ വരികയും ഹണ്ട് ചെയ്യുകയും ചെയ്യണതാണ് ആ സിനിമ. അപ്പോൾ ഈ സിനിമയുടെ പ്രത്യേകത പ്രേതം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല എൻ്റെ പോയിൻ്റ്. എൻ്റെ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പശ്ചാത്താപം അവരെ ഹണ്ട് ചെയ്യുന്നതാണ് ആ സിനിമയുടെ കഥ. അത് പ്രേതമായിട്ട് അവരെ ഹണ്ട് ചെയ്യുന്നതാണ് അതിൻ്റെ കഥ. ഞാൻ ഈ സിറ്റുവേഷന് ഇപ്പോൾ അടുത്ത കാലത്ത് 2022 ജർമ്മനിയിലെ ബാങ്കിങ് സംവിധാനം ഒരുമിച്ചിട്ട്
AI ഉപയോഗിച്ചിട്ടൊരു AI ടൂള് ബാങ്കിങ്ങിൽ ഇംപ്ലിമെൻ്റ് ചെയ്തു. ക്ലെവർ ലോൺ എന്ന് പറയുന്ന ഒരു ടൂള്. അപ്പോൾ ഈ ക്ലെവർ ലോൺ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ലോൺ വേണമെങ്കിൽ നമ്മൾ ആ ബാങ്കിലെ ഓഫീസർമാരുമായിട്ടൊന്നും അല്ല ചർച്ച ചെയ്യണത്. നമ്മൾ ഈ AI ആയിട്ടാണ് ചർച്ച ചെയ്യുക. AI ഇംപ്ലിമെൻറ്റഡ് ആപ്പുമായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യണത്. അതായത് റോബോട്ടുമായിട്ടാണ് നമ്മൾ, മെഷീൻ ഇൻ്റലിജൻസുമായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് അടവ് വന്നില്ലെങ്കിൽ AI നമ്മുടെ അടുത്ത് നിന്ന് കൃത്യമായി മേടിക്കും. അപ്പോൾ മേടിച്ചില്ലെങ്കിൽ, അടച്ചില്ലെങ്കിൽ ജപ്തി കറക്റ്റായിട്ട് വരും. ഒരു മാസം ഒരു നീട്ടി തരാമോ എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തി ഇല്ലാതെ വരും. നമുക്ക് AI ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. AIക്ക് കറക്റ്റായിട്ട് അൽഗോരിതം കൊടുത്തിട്ടുണ്ട്. ഈ ക്ലെവർ ലോണിൻ്റെ അൽഗോരിതം വളരെ സ്ട്രിക്റ്റാണ്. മനുഷ്യരുടെ പണി എന്താണ്? അത്രയും കാലം ലോൺ കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിരുന്ന മനുഷ്യർ ഫ്രണ്ട് ഡെസ്കിൽ ഇരുന്നിട്ട് പേപ്പർ മേടിക്കുക, AIയിലേക്ക് അപ്ലോഡ് ചെയ്യുക, AI റിസൾട്ട് കൊടുക്കുമ്പോൾ തിരിച്ച് ഇതാണ് നിങ്ങൾക്ക് തന്നേക്കണ റിസൾട്ട് എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുക. ഇത് മാത്രമേ ഉള്ളൂ പണി. അപ്പോൾ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞതാണ് 2022 ഇംപ്ലിമെൻ്റ് ചെയ്യും. അതിനെപ്പറ്റി വളരെ വിശദമായ പഠനം നടന്നിട്ടുണ്ട്. ഒരുപാട് പേപ്പേഴ്സ് അതിനെപ്പറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. AI മനുഷ്യൻ്റെ തീരുമാനമെടുക്കാനുള്ള ശേഷിയെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരുപാട് പഠനങ്ങൾക്ക് ഈ ക്ലെവർ ലോണിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് പേപ്പറുകൾ പബ്ലിഷ് ചെയ്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ക്ലെവർ ലോണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മനുഷ്യരുടെ തീരുമാനം എടുക്കാനുള്ള ശേഷിയെ എങ്ങനെയാണ് സ്വാധീനിക്കുക. നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് മൂല്യങ്ങളുണ്ട്, വ്യക്തിപരമായ മൂല്യങ്ങളുണ്ട്. നമുക്ക് ഒരാളെ പറ്റിക്കാൻ നമുക്ക് പറ്റില്ല എന്ന് പറയണത് എന്തുകൊണ്ടാണ്? നമ്മൾ ഒരാളെ പറ്റിക്കണമെന്ന് വിചാരിക്കുമ്പോൾ നമ്മളൊരാളെ മനഃപൂർവ്വം പറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കൊരു പശ്ചാത്താപം ഉണ്ടാവും. മനഃപൂർവ്വം അല്ലാതെ പറ്റിച്ചു കഴിഞ്ഞാലും നമുക്ക് അയ്യോ ഞാൻ പറ്റിച്ചു പോയല്ലോ എന്ന് തോന്നും. അതെന്ന് പറയുന്നത് മനുഷ്യൻ ദീർഘകാലമായിട്ട് പരിണാമത്തിലൂടെ ആർജിച്ചെടുത്തൊരു ശേഷിയാണ്. മനുഷ്യരുടെ തലച്ചോറ് 3 സ്റ്റോറീഡ് ബ്രെയിനാന്ന് പറയുന്നത്. റെപ്റ്റീലിയൻ ബ്രെയിൻ, മാമേലിയൻ ബ്രെയിൻ, എൻ്റെ പോസ്റ്റ് മാമേലിയൻ ബ്രെയിനായിട്ട് 3 ഘട്ടങ്ങളായിട്ടാണ് ഇവോൾവ് ചെയ്യുന്നത്. നമ്മുടെ ഏറ്റവും കോറായിട്ടുള്ളത് റെപ്റ്റീലിയൻ ബ്രെയിൻ, ആ പല്ലിക്കും പഴുതാരയ്ക്കും ഒക്കെ ഉള്ള പോലെ തന്നെയുള്ള ബ്രെയിൻ തന്നെയാണ് നമ്മുടെ. അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള റിയാക്ഷൻസൊക്കെ ഉള്ള മൃഗങ്ങളെ പോലെയുള്ളത്. അതിനുശേഷം മാമൽസായിട്ട് ഇവോൾവ് ചെയ്തപ്പോൾ അടുത്ത ഘട്ടമുണ്ട്. അതിനുശേഷം മാമൽസിൽ നിന്നും മനുഷ്യനിലേക്കുള്ള പരിണാമം, കുരങ്ങിൽ നിന്നും മനുഷ്യനാവുമ്പോഴേക്കുള്ള പരിണാമത്തിലുണ്ടാകുന്ന അഡ്വാൻസ്ഡ് ബ്രെയിൻ ഉണ്ട്. ഈ ബ്രെയിൻ എല്ലാം ചേർന്നിട്ടാണ് നമ്മൾ ഒരു വ്യക്തിയോട്, നമ്മുടെ കുടുംബാംഗങ്ങളോട്, നമ്മുടെ സമൂഹത്തിലുള്ള മറ്റു വ്യക്തികളോട്, നമ്മുടെ ക്ലാസ്മേറ്റ്സിനോട്, നമ്മുടെ അധ്യാപകരോടൊക്കെ പെരുമാറുന്നതിലുള്ള ഇതുണ്ടാവുന്നത്. ഇതൊന്നും ഇല്ലാത്ത മെഷീൻ ഇൻ്റലിജൻസ് ഈ പ്രവൃത്തി ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്താണ് ഉണ്ടാവുക? നമ്മൾ എന്ത് കാര്യം, നമ്മുടെ മൂല്യങ്ങൾ രൂപം കൊള്ളുന്നത് നമ്മുടെ നീഡ്സുമായിട്ട് റിലേറ്റഡ് ആണ്. നീഡ് എന്ന് പറയുന്നത് നമുക്ക് ബേസിക് നീഡ്സ്, ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം എന്നൊക്കെ പറയും. അത് നമ്മുടെ ബേസിക് ഫിസിക്കൽ നീഡ്സാണ്. പക്ഷെ നമുക്ക് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമോഷണൽ നീഡ്സ് ഉണ്ട്, നമ്മുടെ സൈക്കോളജിക്കൽ നീഡ്സ് ഉണ്ട്. ഈ സൈക്കോളജിക്കൽ നീഡ്സിൽ പെടുന്നതാണ് നമ്മുടെ മൂല്യങ്ങൾ എന്ന് പറയുന്നത്. ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും കിട്ടിയ എല്ലാം ആവില്ല നമുക്ക്. ആവുമോ? നമുക്ക് നമ്മളുടെ മൂല്യങ്ങൾ, നമ്മളുടെ വൈകാരികമായ സ്റ്റെബിലിറ്റി നിലനിർത്താൻ പറ്റിയാൽ മാത്രമേ നമുക്ക് സംതൃപ്തമായി ജീവിക്കാൻ പറ്റുള്ളൂ. ആ സംതൃപ്തമായി ജീവിക്കുന്നതിന് ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും പോലെയുള്ള ഭൗതിക ആവശ്യങ്ങൾക്കൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഇമോഷണൽ, വൈകാരിക ആവശ്യങ്ങൾ. ഈ വൈകാരിക ആവശ്യങ്ങളിൽ നിന്നാണ് നമ്മുടെ നീഡ്സ്, നമ്മുടെ വാല്യൂസ്, നമ്മുടെ മൂല്യങ്ങൾ രൂപപ്പെടുന്നത്. ഈ മൂല്യങ്ങളെ വെച്ചിട്ടല്ല AI ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ AI മെഷീൻ ലാംഗ്വേജാണ്. മെഷീന് യാന്ത്രികമായിട്ടുള്ള ഇൻ്റലിജൻസാണ്. 12 ഗുണം 144 ഗുണിക്കണമെങ്കിൽ എവിടെ വെച്ച് ഗുണിച്ചാലും ഒരുപോലെ തന്നെ ഗുണിക്കുകയുള്ളൂ. ഇന്ത്യയിൽ വെച്ച് ഗുണിച്ചാലും ചന്ദ്രനിൽ വെച്ച് ഗുണിച്ചാലും ഇനി ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ വെച്ച് ഗുണിച്ചാലും ഒരുപോലെ തന്നെ ഗുണിക്കാൻ പറ്റുള്ളൂ. അതേസമയം ഓരോ വ്യക്തിയുടെ മൂല്യങ്ങളും അവനവൻ്റെ ജീവിത ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരും. ഇപ്പോൾ ഒരു ജഡ്ജ് വിധി പറയാനായിട്ടിരിക്കുകയാണെങ്കിൽ ഒരു രസമുള്ള കണക്കാണ്. അതായത് 5 ജാമ്യ ഹർജികൾക്ക് പരോൾ കേസ് ഹർജികൾക്ക് വിധി പറയാനായിട്ടൊരു ജഡ്ജി ഇരിക്കുകയാണ്. രാവിലെ മുതൽ ഉച്ച വരെയുള്ള സെഷനിൽ 5 എണ്ണം വിധി പറയണം. അപ്പോൾ അയാൾ തുടക്കം മുതൽ ഓരോന്ന് തുടങ്ങി ആദ്യത്തെ കേസൊക്കെ 35-40 മിനിറ്റ് വെച്ച് പുള്ളി പരിഗണിച്ചു. അടുത്ത കേസ് എണ്ണം കുറയും. വിശപ്പ് കൂടുമ്പോഴത്തേക്കും 5 മിനിറ്റ് കൊണ്ട് കേസ് പരിഗണിച്ചിട്ട് പരോളില്ല എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ട് പോകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പ് നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കും. അത് മോശമാണ്
എന്ന് നമുക്ക് മെഷീൻ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ ഇൻ്റലിജൻസിന് അത് ഉണ്ടാവില്ല, വിശപ്പുണ്ടാവില്ല, കറക്റ്റായിട്ടായിരിക്കും തീരുമാനം ഉണ്ടാവുക. പക്ഷേ ഈ വിശപ്പ് തീരുമാനത്തെ ബാധിക്കേണ്ടി വരുന്നത്, നമ്മുടെ മൂല്യങ്ങളെ, നമ്മുടെ ആവശ്യങ്ങൾ ബാധിക്കേണ്ടി വരുന്നത് മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ ഘടകം ഇല്ലാതാക്കുക എന്ന് പറയുന്ന സാധനമാണ് മെഷീൻ ഇൻ്റലിജൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലെവർ ലോൺ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന അത്ര സിമ്പിളല്ല ഇത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. 2022 ജർമ്മനിയിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതാണ്. ഇന്ത്യയിലൊക്കെ ഇത് വരാനായിട്ട് ഇനി അധികം നാളില്ല. ബാങ്കിങ് മേഖല ഇത് മുഴുവനായിട്ട് എടുക്കുക. അതായത് നമ്മൾ ഈ ബാങ്കിങ് മേഖല, സ്കൂള്, ആശുപത്രി തുടങ്ങിയ ഗവൺമെൻറ് സംവിധാനങ്ങൾ, ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ രൂപം കൊടുത്തിയത് നമ്മുടെ ഈ മൂല്യങ്ങളെ വെച്ചിട്ടാണ്. മനുഷ്യർ ദീർഘകാലമായി ആർജിച്ചെടുത്ത മൂല്യങ്ങളെ വെച്ചിട്ടാണ് ഇതൊക്കെ കെട്ടിപ്പടുത്തത്. നമ്മുടെ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവേഷൻ സംവിധാനമുള്ള സ്കൂൾ സംവിധാനമാണ്. നമ്മൾ ഇപ്പോഴും ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വരുമാനം കുറഞ്ഞവർക്ക് റിസർവേഷനെ പറ്റി, ജാതിപരമായ റിസർവേഷനെ പറ്റി നമ്മൾ ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയിൽ പൈസ കൊടുക്കാത്തവർക്കും ചികിത്സ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സമൂഹം ചർച്ച ചെയ്യുന്നതാണ്. ബാങ്കിങ് സംവിധാനം ലോണ് വേവർ ചെയ്യണം എന്ന് പറഞ്ഞ് ഇപ്പോഴും മറ്റേ വയനാട് ഭൂമി ഒലിച്ചു പോയപ്പോൾ അപ്പോഴും ലോൺ അടയ്ക്കണമെന്ന് പറഞ്ഞാൽ ബാങ്കുകളോട് ഗവൺമെൻറ്റിൽ ലോൺ അടയ്ക്കേണ്ട എന്ന് പറയാനോ അല്ലെങ്കിൽ കോടതിയിൽ പോയിട്ട് നിങ്ങൾക്കത് പറയാനോ ഉള്ള സാഹചര്യമുണ്ട്. ഈ തരത്തിൽ നമ്മുടെ മൂല്യങ്ങൾ കൊണ്ട് രൂപപ്പെടുത്തിയിട്ടുള്ള സോഷ്യൽ സിസ്റ്റംസിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വ്യവസ്ഥകൾ അതിലകത്താണ്. പക്ഷേ ഈ സിസ്റ്റംസിൽ AI ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? കോടതി വ്യവഹാരങ്ങൾ കൃത്യമായി നടക്കും. AI ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേസ് ഇതുപോലെ പെൻഡിങ് എടുക്കില്ല. ലക്ഷക്കണക്കിന് കേസുകൾ പെൻഡിങ് എടുക്കുന്ന ഇന്ത്യൻ കോടതിയിൽ ആ കണക്കുണ്ടാവില്ല. പക്ഷേ ഇതിനേക്കാൾ ഇന്ന് നടക്കുന്ന കോടതി വ്യവഹാരങ്ങളെക്കാളൊക്കെ വളരെ രൂക്ഷവും മൂല്യരഹിതവുമായ അവസ്ഥയിലേക്ക് നമ്മൾ പോകുമെന്നുള്ള ഭീഷണി അതിൻ്റെ അകത്തുണ്ട്. ഇത് വളരെ റിയലായിട്ടുള്ളൊരു ഭീഷണിയാണ്. ഇത് AI-യുമായി ബന്ധപ്പെട്ടൊരു നമ്മുടെ സമൂഹം ഏത് തരത്തിലാണ്, സയൻസ് ഏത് തരത്തിലാണ് സമൂഹത്തെ സ്വാധീനിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചയിൽ ഇതും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ സാറ് നമ്മുടെ AI-ൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കിയത്. അപ്പോൾ നമുക്ക് ഓഡിയൻസിലേക്കുള്ളൊരു ക്വസ്റ്റ്യൻ്റെ ഒരു ഇതിലേക്ക് പോകാമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ചർച്ച പൂർണ്ണമാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഇപ്പം സാറ് അവസാനം പറയുണ്ടായി AI ഉപയോഗിച്ചിട്ട് എങ്ങനെ നമ്മൾ അൽഗോരിതം വഴി നമുക്ക് കാര്യങ്ങൾ എങ്ങനെ സയൻസ് ഉപയോഗിച്ചിട്ട് ബെറ്റർ ആക്കാം എന്നുള്ളൊരു സാധനം പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ കൺസേൺ എനിക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രം വലിയ രീതിയിൽ കാസ്റ്റിസ്റ്റ് അല്ലെങ്കിൽ സെക്സിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റേസിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ആയിരുന്നു നമ്മുടെ വലിയ വലിയ ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ, ഇൻക്ലൂഡിങ് ചാൾസ് ഡാർവിൻ പറഞ്ഞിട്ടുണ്ട് വിമൻ ആർ ഇൻ്റലക്ച്വലി ഇൻഫീരിയർ ടു മെൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ കോൺട്രിബ്യൂഷനും ഞാൻ മാനിക്കുന്നൊരു വ്യക്തിയാണ്. അതുപോലെ ഫ്രാൻസിസ് ഗാൾട്ടൺ അദ്ദേഹത്തിൻ്റെ മരുമോനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഈ യൂജനിക്സ്. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ പറയുണ്ടായി ഈ പറഞ്ഞ പോലെ റിസർവേഷന് എക്കണോമിക്കലാക്കണോ എന്നുള്ളൊരു യുക്തി, അതൊരു അൽഗോരിതം വഴി ചിന്തിക്കുന്ന ഒരു യുക്തിയാണ്. പക്ഷേ ഈ റിസർവേഷനെ എതിർക്കുന്ന ആളുകളുടെ യുക്തി അവസാനം എത്തിച്ചേരുക ഒരു യൂജനിക്സിൻ്റെ യുക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ആ റേഷ്യൽ പ്യൂരിറ്റി, അതായത് SC/ST കുട്ടികൾക്ക് എന്താ പറയുക, ബുദ്ധിപരമായിട്ട് ഉണ്ടാവില്ല അവർക്ക്, അതുകൊണ്ടാണ് അവരുടെ റെപ്രസെൻറ്റേഷൻ അണ്ടർ റെപ്രസെൻറ്റഡ് ആവുന്നത് എന്നുള്ളൊരു യൂജനിക്സ് യുക്തി അതിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ശാസ്ത്രം വലിയ രീതിയിൽ സെക്സിസ്റ്റ്. നമുക്കറിയാം ഇരാവതി കാർവേനെ പോലുള്ള ആന്ത്രോപോളജിസ്റ്റുകൾ ജർമ്മനിയിൽ പോയിട്ട് ഈ പറഞ്ഞ പോലെ ഇതിനെ എതിർത്തത്, അതായത് ഈ യൂജനിക്സ് ആണ് ഹോളോകോസ്റ്റിലേക്ക് നയിച്ചത്. ശാസ്ത്രം നമ്മളെ അങ്ങനെ ആ രീതിയിൽ പല ദുരന്തങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു യുക്തി വെച്ചിട്ട്. നമ്മൾ ഈ ഇപ്പോൾ അമേരിക്കയിലെ മെഡിക്കൽ സിസ്റ്റം റേഷ്യലി ആളുകളെ വേർതിരിച്ചിട്ടാണ് അവർക്ക് ചികിത്സ കൊടുക്കുന്നത്. ബ്ലാക്കിന് പലപ്പോഴും ചികിത്സ വൈറ്റ്സിന് കിട്ടേണ്ട ചികിത്സകൾ കിട്ടുന്നില്ല. അതേപോലെയുള്ള നമ്മുടെ ഒരു പ്രശ്നമാണ് ബ്രസ്റ്റ് ക്യാൻസർ വരുമ്പോൾ ആയിരിക്കും നമ്മൾ സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ കൂടുതൽ പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യപ്പെടുകയും പുരുഷന്മാർ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കെട്ടുപിണങ്ങിയ ഒരു ലോകത്ത് അൽഗോരിതത്തിൻ്റെ യുക്തി വർക്ക് ചെയ്യുമോ എന്നുള്ളൊരു ആശങ്ക ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു.
അത് തന്നെയാണ് പറഞ്ഞത്. താങ്കൾ പുലർത്തുന്ന ടെൻഷനാണ് ഞാൻ ഷെയർ ചെയ്തത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രം ഒരിക്കലും വാല്യൂ ന്യൂട്രലാണെന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാനത് പറഞ്ഞിട്ടുമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞത് ഇപ്പം അമേരിക്കയിൽ ചികിത്സ കറുത്തവർഗക്കാർക്ക് കിട്ടാതെ വരുന്നത് അത് സയൻസ് ഏതെങ്കിലും രീതിയിൽ പൊളിറ്റിക്കൽ സയൻസ് എന്താണ് സയൻസിൻ്റെ പൊളിറ്റിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായ സയൻസിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവരുടെ പൊളിറ്റിക്സാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഹിറ്റ്ലറാണ് ഭരിക്കുന്നത്, ഹിറ്റ്ലറുടെ പൊളിറ്റിക്സാണ് അവിടുത്തെ ശാസ്ത്രത്തിൻ്റെ പൊളിറ്റിക്സ്. റഷ്യയിൽ സ്റ്റാലിൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് സ്റ്റാലിൻ്റെ പൊളിറ്റിക്സാണ്. സ്റ്റാലിൻ മാറി പുതിയ ഭരണാധികാരി വരുമ്പോൾ അവരുടെ പൊളിറ്റിക്സാണ്. ഇന്ത്യയിൽ ഇപ്പോൾ BJP ഭരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ഇതുപോലെയുള്ള പൊളിറ്റിക്സ് കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. നെഹ്റു ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് അതിൻ്റെ തരത്തിലുള്ള പൊളിറ്റിക്സാണ് വരുന്നത്. സയൻസ് എന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത്. സയൻസ് ബേസിക്കലി വെൽത്ത് അക്യൂമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ക്യാപിറ്റലിസത്തിൻ്റെ. അതിനപ്പുറമുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ ബൈ പ്രോഡക്ട്സാണ് നമ്മൾ വിചാരിക്കുന്നതാണ്. നിങ്ങൾ പറയുന്നത് അതിൻ്റെ പൊളിറ്റിക്സും ഫിലോസഫിയുമാണ്. അത് പ്യുവർലി പൊളിറ്റിക്സ് ആൻഡ് ഫിലോസഫി. അത് സയൻസുമായിട്ട് ബന്ധപ്പെട്ടതല്ല. നിങ്ങൾ പറയുന്ന റിസർവേഷനുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്സ്, റിസർവേഷൻ്റെ പോളിസീസ്, അത് പൊളിറ്റിക്സാണ്, അത് ഫിലോസഫിയാണ്. സമൂഹത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നുള്ളത് അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ രൂപം കൊണ്ട പൊളിറ്റിക്സ്. അത് കാലങ്ങളായിട്ട് ഓരോ കാലത്തും പുതുക്കി വരും. 20-ാം നൂറ്റാണ്ടിൽ ഡെമോക്രസിയുടെ ശക്തമാകലിന് ബന്ധപ്പെട്ട് കൂടുതൽ ശക്തമാവുകയും പിന്നെ അത് ഫാസിസം ഉണ്ടാവുകയാണെങ്കിൽ ഫാസിസത്തിന് വേറെ തരത്തിൽ മാറുകയൊക്കെ ചെയ്യും. ഞാൻ പറഞ്ഞത് സയൻസ് എന്ന് പറയുന്നത് വാല്യൂ ന്യൂട്രലാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് വെൽത്തിനെ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. അത് ഒരു ടൂളാണ്. ആ ടൂളിനെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ റിയൽ സയൻസ്. അതാണ് നമുക്ക് ഈ വെൽത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. $1 ചിലവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ $141 തിരിച്ച് കിട്ടുന്ന വേറൊരു പരിപാടി ലോകത്തില്ല. അത്രയേ ഉള്ളൂ. അതാണ് സയൻസ് എന്നാണ് എൻ്റെ ആർഗ്യുമെൻറ്റ്. അതിനോട് ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. ഈ നമ്മൾ പറയുന്ന പലയിടത്തും സയൻസിന് ടെക്നോളജിയിലെയും കൂട്ടി നമ്മൾ കുഴയ്ക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതിനൊന്ന് വേർതിരിക്കണം ലേശം. കാരണം സയൻസ് എന്ന് പറയുന്നത് ഒരു അന്വേഷണമാണ്. നമ്മുടെ പ്രകൃതിയെ അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു അന്വേഷണമാണ്. അവിടെ ഈ നിങ്ങൾക്ക് സാമ്പത്തിക താല്പര്യങ്ങളൊന്നും അല്ല പ്രവർത്തിക്കുന്നത്. നമ്മുടെ ചോദ്യം ചെയ്യാനുള്ള ശേഷി തന്നെയാണ്, എന്തിനേയും അന്വേഷിക്കാനുള്ള കഴിവ് തന്നെയാണ്. ടെക്നോളജിയാണ് ജോ പറഞ്ഞ. അതും നമ്മളിപ്പോൾ ശാസ്ത്രം എന്നുകൊണ്ട് ഇത് കോമൺ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോഴും ശാസ്ത്രം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഇപ്പം വരുന്നത് ടെക്നോളജിയാണ്. കാരണം അതാണ് പ്രയോഗത്തിൽ വരുന്നത്. അത് തീർച്ചയായിട്ടും ലാഭക്കൊതിയുള്ളവരാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ പൊളിറ്റിക്സും ഭീകരമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സാറേ, നല്ല സംസാരമായിരുന്നു രണ്ടുപേരും. നമ്മുടെ നാട്ടിലെ ശാസ്ത്രവും ജീവൻ സാറ് പറഞ്ഞതുപോലെ ശാസ്ത്രം ഒരു ടൂളാണ്. അതിൻ്റെ ബൈ പ്രോഡക്ട്സാണ് നമ്മുടെ ശാസ്ത്രബോധം. ഞാൻ ചോദിക്കുന്നു, നമ്മൾ സാറ് പറഞ്ഞ രാജ്യത്ത് ശാസ്ത്രബോധം കുറഞ്ഞു വരുവാണെന്നുള്ളത്. ഇതിൽ ഇങ്ങനെ രാജ്യത്ത് ശാസ്ത്രബോധം കുറഞ്ഞു വരുന്നതിന് ശാസ്ത്രബോധം എന്താ പറയുക പ്രചരണം നടത്താൻ നമ്മുടെ ഭാഗത്തും ഒരു ഫാൾട്ട് വന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം. കാരണം നമ്മളിപ്പോൾ മതേതരത്വത്തെക്കുറിച്ച് പറയുമ്പോൾ യൂറോപ്യൻ മതേതരത്വമല്ല, ഇന്ത്യൻ മതേതരത്വം എന്ന് പറയാറുണ്ട്. അവിടെ മതമില്ലാത്തതാണെങ്കിൽ ഇവിടെ എല്ലാ മതങ്ങളുടെയും ഒരു സമന്വയമാണ്. യൂറോപ്യൻ ശാസ്ത്രബോധം എന്ന് പറയുന്നതിൽ അതിൽ പൂർണ്ണമായും വിശ്വാസത്തെ നിഷ്കാസനം ചെയ്ത ഒരു ശാസ്ത്രബോധം. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഈ വിശ്വാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു സാധനമാണ്. അപ്പോൾ ഈ വിശ്വാസത്തെ എതിർപക്ഷത്ത് നിർത്തി ഒരു ശാസ്ത്രബോധം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ടല്ലേ ഇന്ത്യയിൽ ശാസ്ത്രബോധം ഉണ്ടാക്കാൻ പറ്റാത്തത് എന്നാണ് എൻ്റെ ചോദ്യം. തിരിച്ചായിരുന്നെങ്കിൽ, അതായത് വിശ്വാസത്തെ അംഗീകരിച്ചുകൊണ്ട്, എങ്ങനെ അംഗീകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മളതിനെ അംഗീകരിച്ചുകൊണ്ട് വിശ്വാസം ഒരു യാഥാർത്ഥ്യമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് ഒരു ശാസ്ത്രബോധം ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിരുന്നേ. അതിൻ്റെ മോഡലൊന്നും എൻ്റെ മുന്നിലില്ല, പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാമായിരുന്നില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. അപ്പം നമ്മുടെ അടുത്തൊരു ഒരു പിഴവ് വന്നില്ലേ എന്നാണ് ചോദ്യം. സാറിന് മനസ്സിലായെന്ന് വിചാരിക്കും ചോദ്യം. ഈ വിശ്വാസം എന്ന് പറയുന്നത്
എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നത് എന്നുള്ളൊരു ചരിത്രപരമായ ചില കാര്യങ്ങളുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായ ഒരു അന്വേഷണത്തിൽ നിന്നാണ് വിശ്വാസങ്ങളും വരുന്നത്. നിങ്ങൾ വിചാരിക്കും ശാസ്ത്രവും ഈ വിശ്വാസവുമായിട്ട് യാതൊരു ബന്ധമില്ല. അങ്ങനെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൂര്യൻ എങ്ങനെയാണ് ഭഗവാനായത്? സൂര്യൻ എങ്ങനെയാണ് ജ്വലിക്കുന്നതെന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. മറ്റൊരു കാരണം കണ്ടെത്താത്തത് കൊണ്ട് നമ്മളൊരു കാരണം ആരോപിക്കുകയാണ്. എന്താണ്? അതൊരു ദൈവമാണ്. ഇങ്ങനെ തന്നെയാണ് പല ദൈവങ്ങളും പ്രാചീന കാലത്തുണ്ടാകും. നമ്മൾ ഋഗ്വേദം എടുത്ത് പരിശോധിച്ചാൽ ആരൊക്കെയാണ് അതിലെ ദൈവങ്ങൾ? സൂര്യഭഗവാനും വായു ഭഗവാനും അതുപോലെ തന്നെ ഉള്ള ദൈവങ്ങളാണ്. അതൊന്നും ഇന്നില്ലല്ലോ. ആ ദൈവങ്ങളെല്ലാം പോയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? കാര്യങ്ങളുടെ കാരണം കണ്ടുപിടിച്ച മനുഷ്യൻ ശാസ്ത്രീയമായിട്ട് കാര്യങ്ങളുടെ കാരണം കണ്ടുപിടിക്കുമ്പം വിശ്വാസങ്ങൾ മാറി വരും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസം മനുഷ്യനെ പേടിപ്പിക്കേണ്ട ഒരു സംഗതിയൊന്നുമല്ല. പല കാര്യങ്ങളിലും മനുഷ്യന് ഉത്തരം കാണാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പോഴും നമുക്കറിയാത്ത പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, ബിഗ് ബാങ് എന്നൊക്കെ പറയുമെങ്കിൽ നമുക്കറിയോ ബിഗ് ബാങ് എങ്ങനെയാണ് സംഭവിക്കാനുള്ള, പദാർത്ഥം എങ്ങനെ ഉണ്ടായി, ഒന്നും നമുക്ക് കൃത്യമായിട്ട് ഇപ്പോഴും അറിയില്ല. അതുകൊണ്ട് നമുക്ക് ദൈവ സൃഷ്ടിയാണെന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അത് പറയുന്നത് മഹാമണ്ടത്തരാണെന്ന് പറയുന്നത് തന്നെ വലിയ മണ്ടത്തരാണ്, അല്ലേ? നമുക്കറിയില്ല എന്ന് മാത്രമുള്ളതാണ് ഉത്തരം. അപ്പം ശാസ്ത്രീയമായിട്ട് നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ഇന്നും പ്രപഞ്ചത്തിലുള്ളത് കൊണ്ട് നമുക്ക് വിശ്വാസത്തെ തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല. അത്രയേ ഉള്ളൂ വിശ്വാസം എന്ന് പറയുന്നത്. യൂറോപ്പിലാണെങ്കിൽ ആളുകൾക്ക് അനുഭവത്തിലൂടെ ഈ ക്രിസ്ത്യാനിറ്റി പഠിപ്പിച്ച പല വിശ്വാസങ്ങളും അർത്ഥരഹിതമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ അറിവുകളും ബൈബിളിലുണ്ട്, അതിനെ വിശദീകരിച്ചാൽ മതി എന്നാണല്ലോ ഡാർക്ക് ഏജിൽ പറഞ്ഞുകൊണ്ടിരുന്നത്, പോപ്പൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാറി പലതും മനുഷ്യൻ മനസ്സിലാക്കാനുണ്ട്, അന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയും. മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഉണ്ടെന്ന് ഇന്ന് മനുഷ്യൻ വിശ്വസിക്കുന്നില്ല. ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ കണ്ടുപിടിക്കാൻ കഴിയും. ശാസ്ത്രീയമായിട്ട് തന്നെ ഈ നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുമെന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് ശാസ്ത്രലോകം മുന്നേറുന്നത്. അതേ അവർക്ക് പറ്റുള്ളൂ. അതല്ല, ചില കാര്യങ്ങളൊന്നും ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാനൊരു ശാസ്ത്രത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്തിനോ ഒരു സമൂഹത്തിനോ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് അർത്ഥം വിശ്വാസങ്ങളെല്ലാം തെറ്റാണെന്നൊന്നുമല്ല. വിശ്വാസങ്ങൾ മനുഷ്യനിൽ ഉണ്ട്, ധാരാളം വിശ്വാസങ്ങളുണ്ട്. അതിനെയെല്ലാം ചോദ്യം ചെയ്യുന്നതിൽ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തിലാണ് ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. ഹിന്ദു സമൂഹം മാത്രമല്ല ഉള്ളത്, ഇവിടെ ക്രിസ്ത്യാനികളുണ്ട്, ഇസ്ലാമുണ്ട്, ബുദ്ധമതമുണ്ട്. ബുദ്ധമതം അങ്ങ് അബ്സോർബ് ചെയ്തിരിക്കുകയാണ് ഹിന്ദുമതം. പക്ഷേ നമുക്കറിയാം ബുദ്ധമതം എന്ന് പറയുന്നത് ഉണ്ടായത് തന്നെ ബ്രാഹ്മണിക്കൽ മതങ്ങൾക്കെതിരായിട്ട് ശക്തമായ പ്രതികരണമായിട്ട് വന്നതാണ്. അപ്പം ഇത്തരം വിശ്വാസങ്ങളൊക്കെ സമൂഹത്തിൽ നിലനിർത്തിക്കൊണ്ട് സമൂഹത്തിന് മുന്നേറാൻ കഴിയേണ്ടതാണ്. നെഹ്റുവിൻ്റെ കാലത്തൊക്കെ ശ്രമിച്ച അതിനാണ്. ഇതിനെയൊക്കെ ഒന്ന് ബന്ധിപ്പിച്ചുകൊണ്ട് ഇതൊന്നും പരസ്പര വിരുദ്ധമല്ല എന്ന് സ്ഥാപിക്കാനുള്ളൊരു ശ്രമമാണ് ഒരു കാലത്ത് നടന്നത്. ഇന്ത്യയിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ഉണ്ടായത് ജനങ്ങൾക്കെല്ലാം മതങ്ങളിലങ്ങ് വിശ്വാസം കൂടിയിട്ടൊന്നുമല്ലേ. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ? ഏറ്റവും അധപ്പതിച്ച ആളുകളെയൊക്കെ തന്നെ, ശൂദ്രരും അതിൽ താഴ്ന്ന ആളുകളൊക്കെ തന്നെ അടിമകളെ പോലെ ജീവിച്ചിരുന്ന ഒരു കാലത്ത് അടിമത്വത്തിനെതിരെ മോചനം നേടാനുള്ള ശ്രമമായിട്ടാണ് മറ്റു മതങ്ങൾ സ്വീകരിച്ചല്ലാണ്ട് മറ്റു മതങ്ങളെല്ലാം പഠിച്ച് അറിവുണ്ടാക്കിയിട്ടല്ല. ബുദ്ധമതം വന്നത് തന്നെ നമുക്കറിയാം ബ്രാഹ്മണിക്ക് ആധിപത്യത്തിനെതിരായിട്ടുള്ളൊരു സമരമായിട്ടാണ്. അതുകൊണ്ട് വിശ്വാസങ്ങളെ എതിർക്കുക എന്നുള്ളത് ശാസ്ത്രത്തിൻ്റെ ഒരു ഒരു പോളിസിയേ അല്ല. ശാസ്ത്രത്തിന് വിശ്വാസങ്ങളെ എതിർക്കുക എന്നുള്ളൊരു പദ്ധതി ഇല്ല. ശാസ്ത്രം വളരെ വ്യത്യസ്തമായൊരു മാർഗത്തിലൂടെ നമ്മുടെ പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. മതങ്ങൾ വേറൊരു മാർഗത്തിലൂടെ അതിന് ശ്രമിക്കുന്നുണ്ട്, ഇത്രയും മാത്രമേ മനസ്സിലാക്കുക. തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇതിനെ നശിപ്പിച്ചിട്ടേ ശാസ്ത്രബോധം ഉണ്ടാക്കാൻ കഴിയൂ എന്ന് ധരിക്കുന്നതും തെറ്റാണ്. വിശ്വാസങ്ങളെ മുഴുവൻ നശിപ്പിച്ചാലേ ശാസ്ത്രബോധം ഉണ്ടാകുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ല, സാറിൻ്റെ ഒപ്പീനിയൻ തന്നെയാണ് എനിക്കുള്ളത്. ഞാനതിനെ വിശ്വാസം എന്ന് പറയുന്നത് ഇപ്പോൾ മതവിശ്വാസങ്ങൾ അതിപ്പോൾ മിത്തുകളിൽ അടിസ്ഥിതമായിട്ടുള്ള സാധനങ്ങളാണെന്ന് വെച്ചാൽ ഇപ്പോൾ മഹാഭാരതത്തിൽ ഉള്ളത് മഹാഭാരതത്തിൽ ഇല്ലാത്തത് മറ്റൊരിടത്തും ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് അതിൽ പറയുന്നത്. എന്താണ്
പറയുന്നത് മഹാഭാരതം, എൻ്റെ അഭിപ്രായം മഹാഭാരതം ഈ പ്രകൃതിയുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള അന്വേഷണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സാധനമല്ല. അത് മനുഷ്യൻ്റെ വ്യക്തി ജീവിതത്തെ പറ്റിയിട്ട് അധിക രൂക്ഷമായ അവലോകനങ്ങളാണ്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് മഹാഭാരതത്തിൽ പറയാത്തതൊന്നും എൻ്റെ കുടുംബത്തിൽ നടക്കുന്നില്ല എന്നാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കുടുംബത്തിൽ മഹാഭാരതത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അത് എൻ്റെ കുടുംബത്തിൽ മാത്രമല്ല എല്ലാ കുടുംബങ്ങളിലും നടക്കുന്നുണ്ട് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് മനുഷ്യൻ്റെ വൈകാരിക ജീവിതത്തെ അത്ര കൃത്യമായിട്ടും ശക്തമായിട്ടും പല തരത്തിൽ അതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ പൊളിറ്റിക്കലി പലതരത്തിൽ ഇൻകറക്റ്റ് കറക്റ്റ് ഒക്കെ ഇത് ബൈബിളിനായാലും ഖുറാനായാലും ഇതെല്ലാം പോസിബിളാണ്. കാരണം നൂറ്റാണ്ടുകളിലൂടെ മനുഷ്യൻ്റെ വ്യക്തി ജീവിതത്തെ അതിശക്തമായി അവലോകനം ചെയ്യുന്നതാണ് ഓരോ ഇതുപോലെയുള്ള ടെക്സ്റ്റുകളും. ഓരോ മിത്തുകളും അങ്ങനെയാണ്. മിത്ത് എന്ന് പറയുന്നത്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, മിത്ത് എന്ന് പറയുന്നത് പ്രകൃതി പ്രതിഭാസങ്ങളെ പറ്റിയിട്ടുള്ള മനുഷ്യൻ്റെ അന്വേഷണങ്ങളാണെന്ന് വിചാരിക്കുന്ന ഒരാളെ അല്ല ഞാൻ. കാരണം മനുഷ്യർ ആദിയിൽ ആദാമയെ ഹവ്വയെ ഉണ്ടാക്കി എന്ന് പറയുന്നത് അതൊരു മനുഷ്യരുടെ ഈ ഒറിജിൻ ഓഫ് സ്പീഷീസുമായി ബന്ധപ്പെട്ട് ഡാർവീനിയൻ തിയറിയായി ബന്ധപ്പെട്ട് നിങ്ങൾ വായിക്കാൻ ശ്രമിച്ചാൽ പോസിബിൾ ആവില്ല. അത് ഫിസിക്സ് ബയോളജിയായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല. കാരണം മെറ്റഫോറിക്കലായിട്ടുള്ള പോയറ്റിക് ആയിട്ടുള്ള ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ നിലനിൽക്കുന്ന സാധനമാണ്. അതിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. 2000 അല്ല 5000 മനുഷ്യർ എഴുതാൻ തുടങ്ങിയ കാലത്തിന് മുമ്പുള്ള മിത്തുകളാണ് ഇതെല്ലാം. അതിലൂടെ തന്നെയാണ് മനുഷ്യർ ഇന്നത്തെ മനുഷ്യരായി മാറുന്നത്. അത് മനുഷ്യൻ്റെ വൈകാരിക ജീവിതം എങ്ങനെയാണ് രൂപം കൊണ്ടത് എന്നുള്ളതിൻ്റെ വേറൊരു തരത്തിലുള്ള ചരിത്രമാണ്. അത് വായിക്കാൻ പഠിക്കണേ. കാൾ പോപ്പർ പറയുന്നുണ്ട്, നിങ്ങൾ ബാബിലോണിയക്കാരുടെ സ്ഥലത്തുള്ള സാധനങ്ങൾ പഠിക്കണമെങ്കിൽ ബാബിലോണിയക്കാരുടെ മട്ടിൽ ചിന്തിക്കാൻ ശേഷി ഉണ്ടാവണം. ഇവിടെ ഇരുന്നിട്ട് 20-ാം നൂറ്റാണ്ടിലിരുന്നിട്ട് ബാബിലോണിയക്കാരെ ട്രാൻസ്ഫർ ചെയ്ത് ചിന്തിക്കുമ്പോൾ അത് നടക്കില്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഒപ്പീനിയൻ അതാണ്. മിത്തുകളെ വിശ്വാസങ്ങളെ അത് വേറെ സെക്റ്റാണ്. അതും ശാസ്ത്രം ഞാൻ അതിനെ കൃത്യമായി വിചാരിച്ചിരിക്കുന്ന ഒരാളാണ്. ഇങ്ങനെയാണ് സയൻസ് എന്ന് പറയുന്നത് വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളായിട്ട് തന്നെ രൂപം കൊണ്ട് ഡെവലപ്പ് ചെയ്ത ഒരു സാധനമാണ്. അത് മറ്റേത് ഫിലോസഫിക്കലായിട്ട് സയൻസിൻ്റെ വേറൊരു ഹിസ്റ്ററി ഉണ്ട്. ആ ഹിസ്റ്ററി ഫ്രാൻസിസ് ബേക്കന് മുമ്പുള്ള ഹിസ്റ്ററിയാണ്. ആ ഹിസ്റ്ററിക്ക് ശേഷമുള്ള ഹിസ്റ്ററിയാണ് ഇത്. ഇതിനെ രണ്ടിനെ നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് ഒന്നാണെന്ന്. അത് രണ്ടിനും വേറെ വേറെ ആലോചിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. അപ്പം നമ്മളെ സമയം ഏകദേശം കഴിയാനായി. അപ്പം നമുക്ക് അതായത് നമ്മുടെ ശാസ്ത്രം എന്ന് പറയുന്നത് സാമൂഹ്യ പുരോഗതിക്ക് കാര്യമായ സംഭാവന നൽകിയിട്ടുള്ളതാണ്. പിന്നെ ജീവൻ സാറിൻ്റെ ഒരു പുതിയ ആശയമായിട്ടുള്ള വെൽത്ത് ജനറേഷനും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള കാര്യമാണ് ശാസ്ത്രം. പക്ഷേ സാറ് നമ്മുടെ AI-ൻ്റെ കാലത്ത് ശാസ്ത്രത്തിൻ്റെ ചില വെല്ലുവിളികളെക്കുറിച്ചും ഇതിൻ്റെ ഭാഗമായിട്ട് ചർച്ചയുടെ ഭാഗമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പം ചർച്ചകൾ തുടരും. ഇത് ശാസ്ത്രമാണ്. അപ്പോൾ അത് എപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ രീതിയിലുള്ള ചർച്ചകളും ഉണ്ടായി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു.